ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഇന്ന് രാവിലെ കുറേ ദിവസമായി ഈ വീഡിയോയിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ അമ്പൂരി പാലത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ എഴുതിച്ച് അമ്പൂരി പാലത്തിലോട്ട് വിടാമെന്ന് വിചാരിച്ചു. രാവിലെ വാമപ്പൊക്കെ ചെയ്ത് നമുക്ക് നേരെ അമ്പൂരി പാലത്തിലോട്ട് വിടാം. ഇതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് ആര്യനാട്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ആര്യനാട്, കള്ളിക്കാട്, വാഴിച്ചിൽ, അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നേരെ അമ്പൂരി അങ്ങനത്തെ സൈഡിലാണ് ഞാൻ പോകുന്നത്. അതാണ് ഇപ്പോൾ എൻ്റെ റൂട്ട്. അല്ലാതെ വേറെ സോറി, ക്യാമറ മാറിപ്പോട്ടെ. ഓക്കെ. അപ്പം വേറെ പല റൂട്ടുകളും ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് എളുപ്പം എനിക്ക് അതാണെന്ന് തോന്നിയത്. അപ്പം ആ റൂട്ടിലോട്ടാണ് ഇപ്പം ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് നോക്കിയപ്പം എൻ്റെ ഇവിടെ നിന്ന് ഒരു 26 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പം 26 കിലോമീറ്റർ റൈഡാണ്. അപ്പോൾ 26 കിലോമീറ്റർ ഒറ്റ സ്റ്റെപ്പിന് റൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം സൈക്കിളിൽ ഒരു വ്ളോഗ് എടുത്തിട്ട് കുറേ ദിവസമായി. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം രാവിലെ 7 മണിക്കാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇനി അവിടെ എത്ര മണിക്ക് എത്തുമെന്ന് അറിയില്ല. നമ്മൾ സൈക്കിളല്ലേ, അപ്പം നമ്മളെ ഒരു പരമാവധി സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പം നമുക്ക് യാത്ര തുടരാം. അപ്പം നമ്മൾ അടുത്ത ജംഗ്ഷൻ എന്ന് പിടിക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ ആര്യനാടാണ്. ആര്യനാടിൽ നിന്ന് നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് നേരെ കള്ളിക്കാട്ട് റോഡാണ് അടുത്ത് പിടിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആര്യനാട് ജംഗ്ഷൻ എത്തിയിരിക്കുന്നു. ഈ ആര്യനാട് ജംഗ്ഷൻ എന്ന് പറയുമ്പം കുറേ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇതാ കാണുന്ന ഈ ആൽമരം. ഈ ആൽമരം എന്ന് പറയുമ്പം നമ്മുടെ കിരീടം സിനിമയിലെ ക്ലൈമാക്സ് സീൻ എടുത്ത ഒരു സ്ഥലമാണ് ഈ ആൽമരം. അങ്ങനെ ഫേമസ് സ്ഥലമാണ് ഇവിടെ. അങ്ങനെ നമുക്കിനി അടുത്ത് പിടിക്കേണ്ട ലൊക്കേഷൻ എന്ന് പറയുമ്പം കള്ളിക്കാടാണ്. അപ്പോൾ നമുക്ക് അടുത്ത് കള്ളിക്കാടോട്ട് പോവാം. സൈക്ലിംഗ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് നമ്മൾ ഈ കയറ്റം ചവിട്ടിക്കയറ്റുക എന്നുള്ളത്. അത് വളരെ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതുമല്ല ഈ പട്ടികൾക്ക് നമ്മുടെ ഈ ഹെൽമെറ്റ് വിഷയമാണ് കേട്ടോ. അത് ഒരു ഭയങ്കര പ്രശ്നമാണ്. എവിടെ കണ്ടാലും ഈ ടീമാർ നമ്മളെ ഓട്ടിക്കും. അതെന്ന് പറഞ്ഞാൽ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നവരാണ് പട്ടികൾ മിക്കവാറും ഓട്ടിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഒന്നിൽ മാറ്റുക, അല്ലെങ്കിൽ പട്ടി കടിക്കാൻ വരുന്നെങ്കിൽ കുറച്ച് അപ്പം തന്നെ നിൽക്കുക. അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കുറ്റിച്ചൽ പിടിച്ചിരിക്കുന്നു. കുറ്റിച്ചൽ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഇനി കള്ളിക്കാടിലോട്ടാണ്.
അപ്പോൾ നമുക്ക് നേരെ കള്ളിക്കാട്ടിലോട്ട് പോകാം. രാവിലെ തന്നെ നല്ല മഴയുടെ കോളുണ്ട് കേട്ടോ. മഴയുടെ കോളുള്ളതുകൊണ്ട് അധികം ചൂടറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് തളർച്ചയും കുറവാണ്. നമുക്ക് പെട്ടെന്ന് സൈക്ലിങ് ചെയ്യാൻ പറ്റും. എന്താ നിൽക്കുന്നത് രണ്ടെണ്ണം ഇമാരിപ്പം സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ബാക്കിൽ നിന്ന് ഓട്ടിച്ചാൽ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നേരെ കള്ളിക്കാട് പിടിക്കുക എന്നാണ്. നേരെ ഇനി നമുക്ക് ചവിട്ടി നേരെ കള്ളിക്കാട് പിടിക്കാം. കള്ളിക്കാട് എത്താറാകുമ്പോൾ ഒരു മാതാവിൻ്റെ കുരിശിലാണ്. ഇവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയും മെഴുകുതിരി കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ. ഓക്കെ, നമ്മൾ കള്ളിക്കാട് ജംഗ്ഷനെത്തി.
ഇനി കള്ളിക്കാടിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് ഈ അമ്പൂരിയിലേക്ക് പോകേണ്ടത്. അപ്പം അമ്പൂരിയിലേക്ക് പോകേണ്ടത് പല വഴികളുണ്ട്. ഇപ്പം ഞാൻ എനിക്കറിയാവുന്ന ഒരു വഴി കൂടെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒരു തവണ പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ റൂട്ടാണ് ഞാൻ പിടിക്കുന്നത്. നമുക്ക് പന്ത വഴിയും പോകാൻ പറ്റും അമ്പൂരിയിൽ. പക്ഷേ കുറച്ചുകൂടെ നല്ല റോഡെന്ന് പറയുന്നത് വാഴിച്ചൽ വഴി പോകുന്നതാണ് സൈക്ലിസ്റ്റുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ടുള്ള റോഡെന്ന്. നമുക്ക് ഈ ഇതാണ് കള്ളിക്കാട് ജംഗ്ഷൻ. കള്ളിക്കാട് ജംഗ്ഷനിൽ നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇനി നമുക്ക് രാവിലെ ഒന്നും കഴിച്ചില്ല, അപ്പം നമുക്കൊരു ചായ കുടിക്കാം. ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ചവിട്ടി സൈക്കിൾ ചവിട്ടി നമുക്കിനി ഒരു ചായ കുടിക്കാം. കള്ളിക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് വരുന്നിട്ട് ഇനി ഒരു ലെഫ്റ്റ് തിരിയുമ്പോഴാണ് നമുക്ക് നെയ്യാർ ഡാമിലോട്ട് പോകുന്ന വഴി. ഇതാണ് നെയ്യാർ ഡാമിൽ ഈ ഓട്ടോറിക്ഷ വരുന്ന കാണില്ലേ, ഈ ആർച്ച് കാണുന്ന വഴി കൂടെയാണ് നമുക്ക് നെയ്യാർ ഡാമിലോട്ട് പോകേണ്ടത്. നമുക്കിപ്പോൾ അതിലെ കൂടെ പോകണ്ട, നമുക്ക് അതിലേ കൂടെയും അമ്പൂരി പോകാം. അമ്പൂരിയിലോട്ട് പോകാനുള്ള വഴിയുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ല റോഡ് ഞാൻ നോക്കിയപ്പോൾ വാഴിച്ചൽ വഴി ആണ് നല്ലൊരു റോഡ്. എനിക്ക് മീൻസ് സൈക്കിളിൽ പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പം ഈ റോഡാണ് തോന്നുന്നത്. മറ്റേ വഴിയാണെന്നെങ്കിൽ മറ്റേ ഷോർട്ട് കട്ട് വഴി ഉണ്ട്, പക്ഷെ അത് നല്ല കയറ്റങ്ങൾ ഒരുപാടുണ്ട്. അപ്പം ഈ ക്ലൈമ്പുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പന്ത വഴി പോകുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. കുറേ കയറ്റങ്ങളുണ്ട്, 2-3-4 കയറ്റങ്ങളുണ്ട്. അതിലേ കൂടെ നിങ്ങൾക്ക് പോവാം. ഇതാണ് കള്ളിക്കാട് പാലം, അടിപൊളിയാണ്. ഇതാണ് കള്ളിക്കാട് പാലം. ഇതിൻ്റെ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, മൈലക്കര ക്ഷേത്രം. നല്ല ചരിത്ര പ്രസിദ്ധമായ നല്ല വലിയ ക്ഷേത്രങ്ങളാണ്. അവിടെയൊക്കെ ഇന്ന് രാവിലെയൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ഭക്തി ഗാനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കേൾക്കാം. നല്ല രസമാണ്, നല്ല വൈബാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ രാവിലെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര നമുക്ക് എന്താണെന്നുള്ളതൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. Stay through the change, through the way that the colors turn. അങ്ങനെ കുറേ നേരത്തെ സൈക്ലിങ്ങിന് ശേഷം ഒരു ചായ പാസ്സാക്കി. രാവിലെ ഒന്നും കഴിച്ചില്ല, ചായ കുടിച്ചില്ലെങ്കിൽ പണി കിട്ടും. 15 കിലോമീറ്ററായി നമ്മളിവിടെ നിന്നാണ് വന്നത്. ഈ ചെറിയ സ്ഥലത്തിൻ്റെ പേര് മൈലക്കര എന്നാണ്. നമുക്കിനി മൈലക്കര ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. നമുക്കിനി ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ മൈലക്കര ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ മൈലക്കര ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെ അമ്പൂരിലോട്ട് പോകാം. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അമ്പൂരിലോട്ട് പോകാം. ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ക്ലൈംബ്സ് കൂടുതലാണ് ഇതിൽ. പക്ഷേ ഇതാകുമ്പം വാഴിച്ചൽ വഴിയാകുമ്പോൾ നല്ല റോഡുമാണ്. കുറച്ച് Can you feel my love?
ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അത് കാണാൻ നല്ല രസമാണ്. നമുക്ക് ഇവിടെ എത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നില്ലേ, അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട്. അത് വാടിച്ചിലെത്താറാകുമ്പോൾ ഉള്ളൊരു വാട്ടർഫോൾസ് ആണ്, നല്ല രസമാണ്. ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഇതിലാണ് വാടിച്ചൽ റോഡ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. If we tried it, we can make it. But don't we ever just take some chances and stop your thinking and start your living. Get your shoes on, we're going dancing. These little problems, we could solve them. Try another, but I know you got one. But there's no hurry, the lifelight's calling. In the van we're driving to Austin. This feels like time is making fun of me. Taking away at the walls and I can barely breathe. അങ്ങനെ നമ്മൾ വാഴച്ചിലെത്തി. ഇനി വാഴച്ചിൽ നിന്ന് വീണ്ടും ലെഫ്റ്റിലോട്ടിലാണ് അമ്പൂരിയിലോട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ വാഴച്ചിൽ ജംഗ്ഷൻ. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് നേരെ അമ്പൂരിലോട്ട് നമുക്ക് പോവാം. You're the king of Carolina. You're the singer. Your band's behind you. Crowds around here. ഓക്കെ, കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അമ്പൂരി ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഫേമസ് ആയ അമ്പൂരി പള്ളി. ഇത് നല്ല ഫേമസ് പള്ളിയാണ്. ഇതാണ് അമ്പൂരി പള്ളി. അവിടെയൊക്കെ ഞാൻ ഇടയ്ക്കിടെ വരാറുണ്ട്. എൻ്റെ സൈക്കിൾ കൊട്ടതായിരിക്കുന്നു. You guys are playing. We've been drinking. അങ്ങനെ പള്ളിയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഇനി അമ്പൂരി ജംഗ്ഷനിലെത്തി. നമുക്ക് വീണ്ടും അമ്പൂരി ജംഗ്ഷനിലെത്തിയിട്ട് അവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ അമ്പൂരി പാലം, അമ്പൂരി ജംഗ്ഷനിൽ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ നമ്മുടെ അമ്പൂരി പാലം. Only chance to leave. Let's not miss this opportunity. We feel crazy. കുറച്ച് ദൂരം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു നല്ലൊരു വ്യൂ കിട്ടി. എന്ത് ഭംഗി എന്ന് പറയുമ്പോൾ കാണാൻ. ഈ ക്യാമറയിൽ നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട്, പക്ഷെ നല്ലൊരു വ്യൂ. ഈ മഴ പെയ്ത് ഈ പാറയുടെ ഇടയിൽ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റും. നമുക്ക് അല്ലാതെ കാണാൻ പറ്റും. ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന്. അങ്ങനെ ഒരു 26 കിലോമീറ്റർ താണ്ടി നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അമ്പൂരി പാലം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അമ്പൂരി പാലം. പക്ഷേ അവരൊക്കെ കളർ ഗ്രേഡൊക്കെ ചെയ്താണ് ഓരോ റീലും പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോൾ അല്ലാതെ ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മുടെ ഫേമസ് ആയ അമ്പൂരി പാലം. ഇവിടെ രാവിലെ വന്നാൽ ആൾക്കാർ തിരക്ക് കുറവാണ്. പക്ഷെ എന്നാലും കുറച്ച് പേരൊന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കാണാൻ വളരെ അടിപൊളി സ്ഥലമാണ്. ഈ വ്യൂ ഒക്കെ കാണണമെങ്കിൽ ആലപ്പുഴയിലൊക്കെ പോകണം. ആലപ്പുഴ അങ്ങോട്ടൊക്കെ പോയാൽ ഇങ്ങനത്തെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഇവിടെ വരുമ്പോൾ നല്ലൊരു കണ്ട മേളിൽ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ആണ് ഈ താഴെക്കൂടെ ഒഴുകി പോകുന്നത്. ഇതൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗി എന്നറിയാം.
അപ്പം വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാതെ നമ്മുടെ തിരുവനന്തപുരത്ത് ഇതുപോലത്തെ കാണാൻ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ഥലമാണ് നമ്മുടെ ഈ അമ്പൂരി പാലം എന്ന് പറഞ്ഞത്. പക്ഷേ ഈ മൺസൂൺ സമയത്ത് ഈ കാണാൻ ഭംഗിയുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വന്നിരുന്നു, പക്ഷേ അപ്പോൾ നല്ല വെയിൽ സമയത്ത് വെള്ളമെല്ലാം വറ്റി വരണ്ട് നിൽക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ ചെറിയൊരു മഴ സമയത്ത് നമ്മൾ വന്നാൽ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഈ വ്യൂ കാണാം. ഈ മൺസൂൺ സമയത്ത് വന്നാലേ നമുക്ക് ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റുള്ളൂ. ഞാനും എൻ്റെ സൈക്കിൾ കൂടെ കൂടെ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കൊള്ളാൻ കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. നല്ല പ്രത്യേക വൈബാണ് ഇവിടെ വരുമ്പോൾ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിനടിയിലെ ദൃശ്യം എൻ്റെ വണ്ടി സൈക്കിൾ. പാലത്തിൻ്റെ അടിയിൽ വരുന്ന ദൃശ്യം. ഒരു ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള അമ്പൂരി പാലം. അപ്പോൾ ഇനി ഞാൻ നേരെ ഇനി മടങ്ങുകയാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല രസമുണ്ട്. ഒരു പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തു, ഇത് കഴിക്കട്ടെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.